ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു ടെക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ സിനിമ ഇട്ടിട്ട് കാര്യമില്ല, നമുക്ക് ഇടയ്ക്കൊക്കെ ടെക് വേണം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കാണ്. ആപ്ലിക്കേഷൻ്റെ പേര് യൂകട്ട് എന്നാണ്. അപ്പോൾ ഇതൊരു എഡിറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ യൂസസ് എന്താണ്, അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ആണ് യൂകട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാണ് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ചില സീൻസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്. ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. നമുക്കിത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. സ്പ്ലിറ്റിംഗ് ഉണ്ട്, പിന്നെ ഇതിങ്ങനെ സ്പ്ലിറ്റിംഗ് ഉണ്ട്, പിന്നെ ഡിലീറ്റ് ഉണ്ട്, ഫിൽട്ടർ ഉണ്ട്. ഫിൽട്ടർ എന്ന് പറയുന്നത് ബ്രൈറ്റ്, ഒറിജിനൽ, ഇതാണ് ഒറിജിനൽ കേട്ടോ. ഇതിപ്പോൾ നമുക്ക് സ്റ്റോറി ആക്കാം, നോർമലാക്കാം, വാം ആക്കാം, ഡാർക്ക് ആക്കാം, ഇത് വേണമെങ്കിലാക്കാം, നാച്ചുറൽ ആക്കാം, ബ്രൈറ്റ് ആക്കാം. നമുക്ക് ഒറിജിനൽ തന്നെ മതി. പിന്നെ നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റിലിപ്പോൾ ലൂസിഫർ കൊടുക്കുകയാണെങ്കിൽ ലൂസിഫർ വരും. നമ്മളത് കൊടുക്കണമെന്നില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ സ്പീഡുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ട്രിമ്മ് നമുക്കിങ്ങനെ ട്രിം ചെയ്തെടുക്കാമെന്നുള്ളതാണ്. പിന്നെ ഇത് കട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം, ഇത് കട്ട് ചെയ്യാം, എന്നിട്ട് ടിക്ക് കൊടുക്കാം. പിന്നെ പിന്നെന്ന് പറയുകയാണെങ്കിൽ ഡിലീറ്റ്. അപ്പോൾ നമ്മൾ ഈ സീനൊക്കെ ഡിലീറ്റ് ചെയ്താൽ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടി. പിന്നെ ആനിമേഷൻ എന്ന് പറയുകയാണെങ്കിൽ സൂമിനുണ്ട്, സൂം ഔട്ട് ഉണ്ട്, സൂം ടു എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ആനിമേഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്റ്റിക്കർ ഉണ്ട്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ എഫക്റ്റ് കാണിച്ചു, മ്യൂസിക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്. ഇപ്പം ഞാൻ പെന്നി വിസിൽ യൂസ് ചെയ്തു. സ്പീഡുണ്ട്. പിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇനി അഡീഷണലായിട്ട് ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മളത് പിപ്പ് ചെയ്ത് ബ്ലാക്കായിട്ടുള്ള കുറേ എഫക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ക്രോം ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മാസ്ക് ഉണ്ട്, ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ അത് ഞാൻ വോയിസ് ചേഞ്ചർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. വേണ്ടി വോയിസ് ചേഞ്ചർ എന്തുകൊണ്ടാണെന്നറിയില്ല, വർക്കൗട്ടാണില്ല. ഇനിയിപ്പോൾ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ അപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. 4K റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ 4K റെസൊല്യൂഷൻ വരെ സേവ് ചെയ്യാം. പക്ഷേ അതിന് ഹൈ ആയിട്ടുള്ള സ്റ്റോറേജ് എടുക്കുക അവർ. അതുകൊണ്ട് തന്നെ നമ്മൾ 320 സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആഡൊക്കെ വരും. അത് പിന്നെ വേറെ കാര്യം.
ഹലോ ഗായ്സ്, ഇന്ന് നമ്മ ഒരു ടെക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ സിനിമ ഇട്ടിട്ട് കാര്യമില്ല, നമുക്ക് ഇടയ്ക്കൊക്കെ ടെക് വേണം. അപ്പോൾ ഇന്ന് നമ്മ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കാണ്. ആപ്ലിക്കേഷൻ്റെ പേര് യൂകട്ട് എന്നാണ്. അപ്പോൾ ഇതൊരു എഡിറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ യൂസസ് എന്താണ്, അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ആണ് യൂകട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാണ് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ചില സീൻസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. ഇതായിട്ടുണ്ട്. അപ്പം നമുക്കിത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. സ്പ്ലിറ്റിംഗ് ഉണ്ട്, പിന്നെ ഇതിങ്ങനെ സ്പ്ലിറ്റിംഗ് ഉണ്ട്, പിന്നെ ഡിലീറ്റ് ഉണ്ട്, ഫിൽട്ടർ ഉണ്ട്. ഫിൽട്ടർ എന്ന് പറയുന്നത് ബ്രൈറ്റ്, ഒറിജിനൽ. ഇതാണ് ഒറിജിനൽ കേട്ടോ. ഇതിപ്പോൾ നമുക്ക് സ്റ്റോറി ആക്കാം, നോർമലാക്കാം, വാം ആക്കാം, ഡാർക്ക് ആക്കാം, ഇത് വേണമെങ്കിലാക്കാം, നാച്ചുറൽ ആക്കാം, ബ്രൈറ്റ് ആക്കാം. നമുക്ക് ഒറിജിനൽ തന്നെ മതി. പിന്നെ നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റിലിപ്പോൾ ലൂസിഫർ കൊടുക്കുകയാണെങ്കിൽ ലൂസിഫർ വരും. നമ്മളത് കൊടുക്കണമെന്നില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ സ്പീഡുണ്ട്. ഇപ്പോൾ ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തി തരാം. ട്രിമ്മ് നമുക്കിങ്ങനെ ട്രിം ചെയ്തെടുക്കാമെന്നുള്ളതാണ്. പിന്നെ ഇത് കട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം, ഇത് കട്ട് ചെയ്യാം, എന്നിട്ട് ടിക്ക് കൊടുക്കാം. പിന്നെ പിന്നെന്ന് പറയുകയാണെങ്കിൽ ഡിലീറ്റ്. അപ്പോൾ നമ്മൾ ഈ സീനൊക്കെ ഡിലീറ്റ് ചെയ്താൽ നമ്മളത് ഡിലീറ്റ് ചെയ്താണെന്ന് നോക്കാം. കേരളത്തിലെ കപട മതേതരവാദികൾ പിന്നെ ആനിമേഷൻ എന്ന് പറയുകയാണെങ്കിൽ സൂമിനുണ്ട്, സൂം ഔട്ട് ഉണ്ട്, സൂം ടു എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ആനിമേഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്റ്റിക്കർ ഉണ്ട്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ എഫക്റ്റ് കാണിച്ചു, മ്യൂസിക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്. ഇപ്പോൾ ഞാൻ പെന്നിവിസി യൂസ് ചെയ്തു. സ്പീഡുണ്ട്. പിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡീഷണലായിട്ട് ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അത് പിപ്പ് ചെയ്ത് ബ്ലാക്ക് ആയിട്ടുള്ള കുറേ എഫക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ക്രോമ ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മാസ്ക് ഉണ്ട്, ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ അത് ഞാൻ വോയിസ് ചേഞ്ചർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. വേണ്ടി വോയിസ് ചേഞ്ചർ എന്തുകൊണ്ടാണെന്നറിയില്ല, വർക്കൗട്ടാണല്ലോ. ഇനിയിപ്പോൾ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ അപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. 4K റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ 4K റെസൊല്യൂഷൻ വരെ സേവ് ചെയ്യാം. പക്ഷേ അതിന് ഹൈ ആയിട്ടുള്ള സ്റ്റോറേജ് എടുക്കുക അവർ. അതുകൊണ്ട് തന്നെ നമ്മൾ 320 സേവ് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആഡൊക്കെ വരും.
വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബായ്.